സാമ്പത്തിക തട്ടിപ്പിനെതിരെ പോരാട്ടം ശക്തമാക്കി ദുബായ്. ഇതിനായി ദേശീയ അവബോധ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ദുബായ് ഇക്കണോമിക് സെക്യൂരിറ്റി സെന്റർ. ശക്തമായ സമ്പദ് വ്യവസ്ഥ, ബോധമുള്ള സമൂഹം എന്നതാണ് ക്യാമ്പയിന്റെ മുദ്രാവാക്യം. ഡിജിറ്റൽ ലോകത്ത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ഭീഷണികളെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് ദേശീയ അവബോധ ക്യാമ്പയിൻ ആരംഭിച്ചത്. സാമ്പത്തിക ഭീഷണികളെ നേരിടുന്നതിന് ആവശ്യമായ അറിവ്, സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ച് വ്യക്തികൾ, ബിസിനസ്സുകൾ, സ്ഥാപനങ്ങൾ എന്നിവയെ ജാഗ്രതയുള്ളവരാക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ദുബായിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ സംരക്ഷിക്കുക, എമിറേറ്റിന്റെ ബിസിനസ് അന്തരീക്ഷത്തിൽ ആഗോള ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുക, നിക്ഷേപ സൗഹൃദവും പ്രതിരോധ ശേഷിയുള്ളതും സുരക്ഷിതവും സുസ്ഥിരവുമായ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ദുബായ് സർക്കാരിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമാണ്. അനാഥരായ കുട്ടികളുടെ സംരക്ഷണത്തിനായി പുതിയ നിയമം അവതരിപ്പിച്ച UAE. ഇതോടെ ഇനി മുതൽ അനാഥരായ കുട്ടികളുടെ സംരക്ഷണം പ്രവാസി കുടുംബങ്ങൾക്കും ഏറ്റെടുക്കാൻ കഴിയും. പുതിയ നിയമത്തിന് സർക്കാർ അംഗീകാരം നൽകി. കുട്ടികളുടെ അവകാശങ്ങൾ, വ്യക്തിത്വം, താൽപര്യങ്ങൾ, സ്വകാര്യത എന്നിവ സംരക്ഷിക്കുകയും അവരുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളാണ് നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാതാപിതാക്കളുടെ തിരിച്ചറിയൽ രേഖ ലഭ്യമല്ലാത്ത കുട്ടികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം അവതരിപ്പിച്ചിരിക്കുന്നത്. UAE-യിലെ താമസക്കാരായ സ്വദേശികൾക്കും പ്രവാസികൾക്കും അനാഥ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി നിശ്ചിത മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട്. 25 വയസ്സ് പൂർത്തിയായ ദമ്പതികൾ സംയുക്തമായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സാമ്പത്തിക സ്ഥിരതയുള്ള 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കും കുട്ടികളെ പരിചരിക്കാൻ അനുമതി നൽകും. കുട്ടിക്ക് സുരക്ഷയും മാനസികവും ആരോഗ്യകരവുമായ അന്തരീക്ഷവും നൽകാൻ കഴിയുമെന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ കുട്ടികളെ വിട്ടു നൽകുകയുള്ളൂ. കുട്ടികളെ ഏറ്റെടുക്കുന്നവരുടെ പ്രവർത്തനം പ്രത്യേക സമിതി നിശ്ചിത ഇടവേളകളിൽ നിരീക്ഷിക്കുകയും ചെയ്യും. നിബന്ധനകൾ ലംഘിക്കുന്ന സാഹചര്യത്തിൽ കുട്ടിയെ തിരികെ ഏറ്റെടുത്ത് യോഗ്യരായ മറ്റു കുടുംബങ്ങൾക്ക് കൈമാറുമെന്നും നിയമം വ്യക്തമാക്കുന്നു. പാർക്കിംഗുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഏരിയ കോഡ് ബോർഡിൽ വ്യാജ QR കോഡ് പതിപ്പിച്ച് പണം തട്ടിയെടുക്കുന്നതായി RTIയുടെ മുന്നറിയിപ്പ്. QR കോഡ് സ്കാൻ ചെയ്ത് പണമടച്ചവർക്ക് പാർക്കിംഗ് ഫൈൻ വന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാർക്കിംഗ് QR കോഡിന് മുകളിൽ തട്ടിപ്പുകാരുടെ QR കോഡ് കണ്ടെത്തിയത്. പാർക്കിംഗ് QR കോഡിന്റെ അതേ വലിപ്പത്തിൽ QR കോഡ് സ്റ്റിക്കർ ആക്കി പാർക്കിംഗ് സോൺ ബോർഡുകളിൽ പതിപ്പിക്കുകയായിരുന്നു. ഇത്തരം QR കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്കാണ് പണം പോകുന്നത്. പാർക്ക് ചെയ്യുമ്പോൾ മെഷീൻ വഴിയോ SMS വഴിയോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ പണം നൽകുന്നതാണ് സുരക്ഷിതമെന്ന് RTI അറിയിച്ചു. സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടാൽ അറിയിക്കണമെന്നും RTI അഭ്യർത്ഥിച്ചു. പരാതി ഉയർന്ന കേന്ദ്രങ്ങളിലെല്ലാം വ്യാജ QR കോഡ് നീക്കം ചെയ്തിട്ടുണ്ട്. NTV UAE to the world.